ശ്രീ സതീഷ്, താങ്കൾ കേട്ടുകാണ് മറ്റ് അതിഥികൾ പറഞ്ഞു, ശ്രീ നുസ്രത് ജഹാനൊക്കെ പറഞ്ഞത് മറ്റൊന്നും മുന്നോട്ട് വെക്കാനില്ല. അതിൻ്റെ ലക്ഷ്യം വോട്ട് ബാങ്ക് മാത്രമാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഇസ്ലാം വോട്ട് ബാങ്ക് മാത്രമാണ് CPM-ൻ്റെ LDF-ൻ്റെ ഈ നിലപാടിന് പിന്നിൽ. അതിന് കൂടെ ഞാനൊരു കാര്യം കൂടി ചേർത്ത് താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ പ്രകാശ് കാരാട്ട്, CPM-ൻ്റെ മുതിർന്ന നേതാവ്, അന്ന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ ഔദ്യോഗികമായി തന്നെ ചോദിച്ചത്, എന്തുകൊണ്ട് ഈ പറയുന്ന, അതായത് ഇപ്പോൾ CAA പ്രകാരം പൗരത്വത്തിന് അർഹരായ മതവിഭാഗങ്ങളോട് എന്തുകൊണ്ടൊരു ലിബറൽ നയം സ്വീകരിച്ചുകൂടാ എന്ന് ചോദിച്ച് മറ്റാരുമല്ല, അന്നത്തെ CPM-ൻ്റെ സമുന്നത നേതാവ് ശ്രീ പ്രകാശ് കാരാട്ടാണ്. ആ നിലപാടിൽ നിന്ന് ഇപ്പോഴത്തെ ഈ മലക്കമറിച്ചിൽ അത് നുസ്രത് ജഹാൻ പറഞ്ഞതുമായി കൂട്ടിച്ചേർത്താൽ അതൊരു വാസ്തവം എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ല, ആദ്യമേ തുടങ്ങുന്നത് ഈ നുസ്രത് ജഹാൻ്റെ ഈ റിപ്പബ്ലിക്കൻ പാർട്ടി എന്ന് പറയുന്നത് BJP-യുടെ ഒരു സഖ്യകക്ഷിയാണെന്ന് എല്ലാവർക്കും അറിയാം, ആണല്ലോ. ഇനി ഈ നുസ്രത് ജഹാൻ എന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യ പാകിസ്ഥാനൊക്കെ വിഭജിക്കുമ്പോഴത്തേക്ക് അന്ന് RSS വന്നു. എൻ്റെ നുസ്രത് ജഹാനെ അന്ന് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത് ആരാണ്? അതൊരു നിങ്ങൾ ഈ പറയുമ്പോഴത്തേക്ക് ഒരു ഒരു ഇതായിട്ട് പറയില്ല. അന്ന് വെടിവെച്ച് കൊല്ലുന്നത് RSS ഇതല്ലേ, RSS കാരനല്ലേ വെടിവെച്ച് കൊന്നത്? ഒന്നുമില്ല. പിന്നെ ആരാണ് മഹാത്മാഗാന്ധിയെ കൊണ്ടത്? കമ്മ്യൂണിസ്റ്റ് RSS ആണോ? അല്ല, പിന്നെ അന്നാരായിരുന്നു? അല്ലാന്നാരും പറയുന്നത് ഗോഡ്സെ പിന്നെ ആരാണ്? ഡോക്ടർ എന്റെ കാര്യം പറഞ്ഞിട്ട് പറയുന്നത്. പിന്നെ മഹാത്മാഗാന്ധി അത് കൊന്നത് നിങ്ങൾ ഈ പറയുന്ന ചരിത്രത്തിന് നിങ്ങൾ വളച്ചൊടിക്കല്ലേ. ചരിത്രത്തിന് മഹാത്മാഗാന്ധിയെ കൊന്നത് നമ്മളതിൽ ഇത് മനസ്സിലാക്കല്ലേ. ഇപ്പം നിങ്ങളൊക്കെ ഇത് പറയുന്ന 10 വർഷം ഇപ്പം മോദി ഭരിച്ചപ്പോഴത്തേക്കാണ് ഈ രാജ്യത്ത് ഇത്രയും വലിയ ഉന്നതിയിലേക്ക് വന്നതെന്നാണ് ഇപ്പം രണ്ടുപേരും ഡോക്ടറും പറയുന്നത്, നമ്മളെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവും പറയുന്നത്. എൻ്റെ സഹോദരന്മാരെ, ഇതൊക്കെ കാലങ്ങളോളം നമ്മളെ വന്നിട്ടുള്ള ഒരു പരിണാമത്തിൻ്റെ ഫലമാണ്. ഇന്ത്യ, നിങ്ങൾ പറഞ്ഞല്ലോ, ഡോക്ടർ പറഞ്ഞല്ലോ, മുസ്ലിം സമുദായത്തിനെ മാറ്റി നിർത്തുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് അവിടെ എല്ലാം മതത്തിൻ്റെ പേരിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളാണ് ഈ 3 രാജ്യങ്ങളും ഭരിക്കുന്നതെന്ന്. ഇന്ത്യ അങ്ങനെ അല്ലല്ലോ. ഇന്ത്യ അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ ആരാണ്? ഹിന്ദുക്കളാണ് ഭരിക്കുന്നത്. ഇവിടെ BJP എന്ന് പറയുന്നത് ഹിന്ദുക്കളാണോ? നിങ്ങൾ പറയൂ, ഹിന്ദുക്കളാണോ ഇവിടെ രാജ്യം ഭരിക്കുന്നത്? നിങ്ങൾക്ക് തോന്നുന്നു എന്തെന്നറിയാമോ? ഒരു പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുമ്പോഴത്തേക്ക് രാഷ്ട്രപതിയെ മാറ്റി നിർത്തിക്കൊണ്ട് പഴയ രാജാവിൻ്റെ ഭരണം പോലെ നിങ്ങൾ ആ ജെൻഡു എടുത്തുകൊണ്ട് വന്ന് ഉദ്ഘാടനം ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. ഒരു മതസ്ഥാപനം, അതുപോലെ തന്നെ ശ്രീരാമൻ്റെ അവിടെ നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പള്ളിയെ മാറ്റിയിട്ട് അവിടെ ശ്രീരാമൻ്റെ കൊണ്ടുവന്നിട്ട് ആ ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്തത് ഇതാണ്, ഏത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇതൊക്കെ ശരിയാണോ? നിങ്ങൾ ബാക്കിയുള്ള പ്രകടന പത്രികയിൽ അച്ചടിച്ച് ജനങ്ങൾക്ക് നൽകി ആ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാണ് അവർ അധികാരത്തിൽ വന്നത്. പ്രമോദ്, ഞാനൊരു കാര്യം പറയുന്നത്, ഞാൻ ഹിന്ദുവാണ്, എനിക്ക് പറയുന്ന ആർജമുണ്ട്. നിങ്ങളിത് പറയുന്നത് ഞാനൊരു എൻ്റെ ഹിന്ദുവിൻ്റെ എന്തെങ്കിലും ഒരു ക്ഷേത്രത്തിലെ പൂജാരി എന്ന് ഉൾക്കാരം ചെയ്യുന്നു. ഇന്ത്യയിലെ പ്രധാനമന്ത്രി എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളുടെയും ഇതാണ്. ഒരു മതത്തിൻ്റെ ഇത് മാത്രമല്ല, ഒരു മതത്തിന് ഒരു പള്ളിയിൽ ചെന്ന് ഇദ്ദേഹം ഇത് ചെയ്യും. നിങ്ങൾ പറയൂ, നിങ്ങൾ അതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത്. അദ്ദേഹം ഇന്ത്യയിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മോദിജിക്ക് ഉദ്ഘാടനം ചെയ്യാം. ഇത് ഇന്ത്യയിലെ ഇത്രയും കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ടാണ് കാര്യം. അല്ലാന്ന് ഞാൻ പറയില്ല. നേരത്തെ പിണറായി വിജയനെ പറ്റി പറഞ്ഞല്ലോ അദ്ദേഹം, അപ്പോൾ നമ്മൾ ഡോക്ടർ പറഞ്ഞല്ലോ. നിങ്ങളിത് പറയുന്ന ആ ഭരണ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വരുന്നില്ല. ഞാൻ ഒരു പാർലമെൻറ്റ് ഉദ്ഘാടനം ചെയ്ത് അവിടേക്ക് പൂജകൾ ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ട് കേൾവിയിട്ടുണ്ടോ? നിങ്ങൾ എവിടെ ഹിന്ദുക്കൾക്ക് മാത്രമാണോ പാർലമെൻറ്റ് വെച്ചിട്ടുള്ളത്? പാർലമെൻറ്റ് വെച്ച് എൻ്റെ വീട്ടിൽ എനിക്ക് ചെയ്യാം, എനിക്ക് പൂജ ചെയ്യാം. ഒരു മുസ്ലിം വീട്ടിൽ പാല് കച്ചുമ്പോൾ അല്ലെങ്കിൽ ആ വീട് ഇത് വരുമ്പോഴത്തേക്ക് ആ മത പുരോഗതിനെ കൊണ്ടുവരും. ക്രിസ്ത്യന് വരുമ്പോഴത്തേക്ക് ആ മത പുരോഗതി ഉണ്ടാവും. അത് സ്വന്തം കാര്യം. ഇത് പബ്ലിക് മണി. ഇത് മോദിയുടെ വീട്ടിൽ നിന്നോ BJP-യുടെ കുടുംബസ്വത്തിൽ നിന്നോ അല്ല കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ഇവിടുത്തെ കോടാനുകോടി ജനങ്ങളുടെ പൈസ എടുത്താണ് ആ പാർലമെൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റുകാർ മോശമാണ്, ഇടതുപക്ഷം മോശമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ്? ഞാൻ പറയുന്നത് ഇന്ത്യ എന്നുള്ളൊരു മഹത് രാജ്യമാണ്. എന്തുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം നമ്മൾ ഇതേക്കുന്നത്? ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യ. ഇക്വാലിറ്റി, എല്ലാ മതക്കാർക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മതവർക്കും അവർക്ക് ആരാധന ചെയ്യാം.
അവരൊക്കെ മതങ്ങളെ പരിപോഷിക്കാം. അതാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻ അതല്ല. ഇതാണ് മേഡം ഇത് പറയുന്നത്. ഇതാണ് നമ്മളുടെ ഇക്വാലിറ്റി. ആ ഇക്വാലിറ്റി നിങ്ങൾ നടപ്പിലാക്കുന്നില്ല. ഞാൻ അത് മാത്രമാണ് പറയുന്നത്. വേറൊന്നും നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ പറയുമ്പോൾ എല്ലാം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ്, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറയുന്നത് ശരിയാണോ? നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേദന ഉണ്ടെന്നേ. ഇല്ല, നിങ്ങൾ എങ്ങനെ പറയും? നിങ്ങൾ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായ നടപടിയിലേക്കാണ്. നിങ്ങൾ പറയുന്നത് കേട്ടാൽ ഈ ഒരു 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി വന്നപ്പോൾ ഇന്ത്യക്കകത്ത് ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത്. നിങ്ങൾ രാജധാനി എക്സ്പ്രസ്സിൽ പറയുന്നുണ്ട്. രാജധാനി എക്സ്പ്രസ് മോഡി ജനിക്ക് മുമ്പേ രാജധാനി എക്സ്പ്രസ് ഉണ്ട്. നിങ്ങളത് പരിശോധിച്ച് നോക്കൂ. നിങ്ങൾ എല്ലാം എയിംസ് ഇല്ലായിരുന്നോ? പാകിസ്ഥാനിലെ യുദ്ധങ്ങളില്ലായിരുന്നു? നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം മോഡി വന്നപ്പോൾ അതിനെ ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ജനങ്ങളെ അറിയിക്കുന്നു. അത്രയേ ഉള്ളൂ. അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്രയില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയുന്നത്, ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ പറയുകയോ കോൺഗ്രസ്സുകാർ പറയുകയോ ഏത് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാലും നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം. മേഡം, നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ആ കൺട്രി, ആ രാജ്യത്ത് നമ്മൾ എല്ലാ മതവിഭാഗത്തെയും നമ്മൾ അടുത്ത് ചേർത്ത് പിടിക്കണം. അതിൽ മുസ്ലിം എന്നോ പാഴ്സി എന്നോ ഹിന്ദു എന്നോ അല്ലെങ്കിൽ സിഖ് എന്നോ ഒന്നും നമ്മൾ നോക്കല്ലേ. നിങ്ങളിത് പറയാനായിട്ട് ഇപ്പം നിങ്ങളിത് പറയാനായിട്ട് ഇപ്പോൾ ഒരു ബീഫ് വെച്ച് എവിടെ നടന്ന കാര്യം എന്നാണ് നമ്മൾ നസ്രത്ത് പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ. ഞാൻ ഡൽഹിയിൽ പോയേനെ. ഞാൻ ഡൽഹിയിൽ മധ്യപ്രദേശിൽ പോലും രാജസ്ഥാൻ പോലല്ലോ. അവിടെ ഒന്നും ഒരു ബീഫ് കടയില്ല പ്രമോദ്. ഇവർ പറയും പോലെ ഒന്നുമല്ല. അവിടെ ബീഫ് അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാഡം ഡൽഹിയിൽ എവിടെയെങ്കിലും ബീഫ് വിൽക്കുന്ന സ്ഥലം പറയണം. ഏതെങ്കിലും സ്ഥലത്ത് പറയും. ഇഷ്ടം പോലെ അല്ല, ഞാൻ അവിടെ അവരൊക്കെ പേടിച്ചിട്ടാണ് എല്ലാരും ചെയ്യുന്നത്. എന്റെ പ്രബോധം ഇതൊക്കെ ഇവര് പറയും പോലെ ഒന്നും അല്ല. പിന്നെ ലക്ഷദ്വീപിൽ വന്നിട്ട് നിങ്ങൾ ഇന്ന ഫുഡേ കഴിക്കാവെന്ന് പറഞ്ഞത് അതിലൊന്നും ഡോക്ടറെ ഒന്നും ഇല്ലല്ലോ. അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശമാണല്ലോ ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. അവരുടെ ആഹാരം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അവരുടെ സ്കൂൾ കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ മാറ്റിയത്? നിങ്ങൾ ഈ പറയുന്ന എല്ലാം തെറ്റാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പറയുന്നത് ന്യൂനപക്ഷം. നിങ്ങൾ ഈ മണിപ്പൂരൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അവിടുത്തെ പള്ളികളൊക്കെ ഇവിടെ ഉണ്ടോ? ക്രിസ്ത്യൻ പള്ളിയിലുണ്ടോ? അവിടുത്തെ എല്ലാം നശിച്ച് നാമാവിശേഷമായില്ലേ? അവിടുത്തെ മതപുരോഹിതന്മാർ തന്നെ പറഞ്ഞു. അത് എവിടെ ആ മതപുരോഹിതന്മാരൊക്കെ ഇപ്പം പറഞ്ഞു തുടങ്ങി. അതിവിടെ മണിപ്പൂരിലെ നോർത്ത് ഈസ്റ്റിലെ മണിപ്പൂരിൽ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അവിടെ നടത്തിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറയൂ. നമ്മൾ ജോസ് കെ മാണി പോയല്ലോ. അവിടെ നമ്മൾ പോയിട്ട് നമ്മളെ ചാഴിക്കാരൻ അവിടെ പോയല്ലോ. മണിപ്പൂരിലെ CPM സംസ്ഥാന അധ്യക്ഷൻ, സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ ചില പരാമർശങ്ങൾ അത് ഇപ്പോഴല്ല, അതുകൊണ്ട് ഒരു 8 മാസങ്ങൾക്ക് മുൻപാണ്. മണിപ്പൂർ വിഷയം സജീവമായി കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇതിനെ മതവൽക്കരിക്കരുത്. അവിടെ നടക്കുന്ന കാലാകാലങ്ങളായി നടക്കുന്ന 2 വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ്, അതിനെ മതവൽക്കരിക്കരുത് എന്ന് പറഞ്ഞ വേറെ ആരുമല്ല, CPM അവിടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് പറഞ്ഞത്. പക്ഷേ കേരളത്തിൽ മാത്രം ഇത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മളാ പറഞ്ഞിരിക്കുന്നത്. ഈ മത അധ്യക്ഷന്മാരും മെഞ്ഞാനും എല്ലാ ഇതിലും വായിച്ചില്ലേ? നിങ്ങൾ എല്ലാ പള്ളികളിലും വായിച്ചില്ലേ? അത് നമ്മൾ പറഞ്ഞിട്ടാണ് വായിക്കുന്നത്. നിങ്ങൾ ഇതെന്താന്ന് പറയുന്നത്? അവരുടെ അനുഭവങ്ങൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. നേരത്തെ ഒന്നും പോകാൻ പറ്റില്ല. അത് ഇപ്പം എല്ലാം അവിടെ ചെന്ന് എല്ലാം കണ്ടു മനസ്സിലാക്കുന്നു. നോക്കൂ, ഞാനിത് പറയുന്നത് ഞാനിത് പറയുന്നത് ഏതോ ഒരു നമ്മളെ ഡോക്ടർ പറയാനായിട്ട് ഏതോ ഒരു MP കർണാടകയിൽ ഇരുന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം നിങ്ങൾ വിശ്വസിക്കണം. നമുക്ക് പേടിയാണ്. ഇന്നും നമ്മൾ വിശ്വസിക്കുന്നു. അതൊരു രീതിയിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റിയിരിക്കും, ഒരു സംശയവുമില്ല. നിങ്ങൾക്ക് ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മാറ്റിക്കും. നിങ്ങൾ വിചാരിക്കുന്നു ഇപ്പോൾ 400 കണക്കിന് നമുക്ക് പരിശോധിക്കാന്നേ. നിങ്ങൾ പിന്നെ CPM ഇന്ത്യ മുന്നണിയിൽ നിന്ന് വിട്ട് ഇന്ത്യ മുന്നണിയിലാണെന്ന് ഡോക്ടറിന് അറിയാമോ? ഇന്ത്യ മുന്നണിയിൽ ഇല്ലല്ലോ. ഇന്ത്യ മുന്നണിക്കകത്ത് CPM ഇല്ലല്ലോ. നിങ്ങൾക്കറിയാമോ? ഇല്ലെന്ന്. നമ്മൾ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. വെളിയിൽ നിന്നുള്ള സപ്പോർട്ട് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. അല്ല, ഇന്ത്യ മുന്നണിയിൽ ഇല്ല.
ഇല്ല ഡോക്ടറെ. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് DMK-യുമായി അല്ല സീറ്റ് പങ്കിടുന്നത്? കോൺഗ്രസിനോട് സീറ്റ് പങ്കിടുന്നത് എങ്ങനെയാണ്? സംസ്ഥാനത്ത് ഓരോ സംസ്ഥാനത്ത് നമ്മൾ ഓരോ സംസ്ഥാനത്ത് സീറ്റ് പങ്കിടാം, എന്നാൽ മുന്നണിയിലില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, പല സംസ്ഥാനങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്യില്ല. BJP എത്ര സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട്? എത്ര സംസ്ഥാനങ്ങൾ ചെയ്യുന്നുണ്ട്? അവരെല്ലാം അലയൻസ് ആണ് ബാക്കിയുള്ള സ്ഥലത്ത്. ഒന്നുമല്ല. നിങ്ങൾ എന്തെന്ന് പറയുന്നത്, ആ സംസ്ഥാനത്ത് പറഞ്ഞ ആ സമയത്തുള്ള ഒരു കൂട്ടുകെട്ടാണ് അത്. ഇലക്ഷൻ സമയത്തുള്ള ഒരു കൂട്ടുകെട്ടാണ്, അല്ലാതൊന്നുമല്ല. ഇന്ത്യ മുന്നണിയിലില്ല. പിന്നെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തത് CPM ആണ് ഇലക്ട്രോ ബോണ്ടിനെ സംബന്ധിച്ച്. ഇന്നും ഞാൻ പറയുന്നത് ഇലക്ട്രോ ബോണ്ടിൽ BJPക്ക് എത്ര കിട്ടി നിങ്ങളൊന്ന് പരിശോധിക്കൂ. ഇല്ലാത്തൊരു കമ്പനി പോകാൻ, ഞാൻ വേറൊന്നും പറയണ്ട, നമ്മളെ ലോട്ടറി രാജാവായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് സാന്റിയാഗോ മാർക്കോണ്ട് എത്ര കോടി കൊടുത്തത്? നിങ്ങളുടെ കൂടകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനും പിന്നെ DMK-ക്കൊക്കെയാണ് ലഭിച്ചത്. ഞാൻ പറഞ്ഞത് കോൺഗ്രസും വാങ്ങിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. വാങ്ങിച്ചിട്ട് അവരെ കേസ് ഇപ്പൊ എന്തായി? നത്തി. ഇപ്പൊ ഒന്നുമില്ലെന്നേ, അദ്ദേഹത്തിനെതിരായിട്ട് ഒരു കേസും ഇല്ല, ഒന്നുമില്ല. ഇതാണ് BJPയുടെ ഒരു നയം. ഇപ്പൊ അത് ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഇപ്പാണ് ഇൻകം ടാക്സ് നോക്കുന്നത്. നോക്കൂ, ഇൻകം ടാക്സ് ഒക്കെ ഇപ്പാണ് നോക്കുന്നത്. ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് എൻ്റെ ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ ചരിത്രത്തിൽ ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ ഇങ്ങനെ ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒരു വീട്ടിലെ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് അകത്തിടുമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെയ്ക്കും ചരിത്രത്തിൽ കേട്ടിട്ടില്ല. ഇലക്ഷന് മുമ്പല്ല ശ്രീ സതീഷ്, 9 തവണ നോട്ടീസ് നൽകിയതിനു ശേഷം ഹാജരാവാതിരുന്നാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? കോടതിയിൽ പോയല്ലോ, കോടതി എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഹാജരാവാൻ കഴിയാത്തത്? കോടതി ചോദിച്ചില്ലേ? അല്ല, നിങ്ങൾക്കൊരു കാര്യം പറ്റും, നിങ്ങളൊരു നിങ്ങൾക്കെതിരായിട്ട് ഞാൻ ഒരു കേസ് വലിയേറ്റാ, നിങ്ങൾക്ക് ഈ ഭരണകൂടം നിങ്ങൾക്ക് അവസരമുണ്ടായിരുന്നല്ലോ, ഒരു ചുക്കും ചോദിക്കില്ല. ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ കേജ്രിവാളിന് ഏറ്റവും കൂടുതൽ ഡൽഹിയിൽ ഒരു സീറ്റ് പോലും നിങ്ങൾക്ക് കിട്ടില്ല, BJP കിട്ടില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇത് ജനങ്ങളുടെ മനസ്സിലൊരു ഭീതി വന്നിരിക്കുകയാണ്. കാര്യം പ്രതിപക്ഷം ഐക്യം ഇപ്പം നിങ്ങൾ കൊണ്ടുവന്നു. നിങ്ങൾ നേരത്തെ പ്രതിപക്ഷം അവർ വിഘടിച്ചിരുന്നെങ്കിൽ ഇപ്പം എല്ലാവരും ഒന്നിച്ചായി. നിങ്ങൾ അത് ഭയപ്പെടുന്നു. ആ ഭയപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ ഇൻകം ടാക്സിനെ വെച്ച് നിങ്ങൾ ഇത്ര കോടി 21-22 വർഷത്തേക്ക് ഇത്ര രൂപ കൊടുത്തോന്നു. ഇതുവരേക്കും ഇൻകം ടാക്സ് കാര്യം എല്ലാം ഉറങ്ങിക്കിടന്നു. ഇൻകം ടാക്സിലൊക്കെ എവിടെ പോകണമെന്ന് തൊട്ടടുത്തുള്ള SBI പറഞ്ഞില്ലേ, കോടതി ചെന്ന് പറഞ്ഞില്ലേ നമുക്കിപ്പം കൊടുക്കാൻ പറ്റില്ല, ജൂൺ 6-ാം തീയതി കൊടുത്താൽ മതി എന്ന്. കോടതി ഒന്ന് കണ്ണൂരിട്ടിയപ്പോഴത്തേക്ക് പിറ്റേ ദിവസം കാലത്തെ കൊണ്ട് കൊടുത്തില്ലേ? എവിടെ നിന്ന് കൊടുത്തത്? നിങ്ങൾ എല്ലാ കാര്യവും ചെയ്യും. നിങ്ങൾ കോടതിയെ സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് എല്ലാ ഭരണസിദ്ധാ കേന്ദ്രത്തിലും നിങ്ങൾ സ്വാധീനിച്ച് ചെയ്യാനാണ്. നിങ്ങൾക്കൊരു ഭയപ്പാടുണ്ട്, 3ാം പ്രാവശ്യം മോഡി വരുന്നു. അത് ഒരു ദിവാസ്വപ്നമായിട്ട് എൻ്റെ ഡോക്ടറെ പറ്റുള്ളൂ. നിങ്ങൾക്ക് തോന്നൽ. നിങ്ങൾ പിന്നെ ആളുകൾ ഇങ്ങനെ പറയാണ്, അല്ല നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ജൂൺ 6-ാം തീയതി കഴിഞ്ഞിട്ട് ഇവർക്ക് ഇൻകം ടാക്സ് ഉണ്ടെങ്കിൽ പിടിക്കൂ. എന്താണ് നിങ്ങളിങ്ങനെ? അപ്പം അതെന്ന് വെച്ചാൽ എന്തെന്നറിയാം, ഈ പൈസ ഉണ്ടെങ്കിൽ ഈ ഇലക്ഷനൊക്കെ നടക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. BJP എന്താ കൊടുക്കാത്തത്? അല്ല, BJPയുടെ ഏതെങ്കിലും ഇൻകം ടാക്സിനെ പറ്റിയോ അല്ലെങ്കിൽ EDയെ പറ്റിയോ നിങ്ങൾ എവിടെയെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇവിടെ അല്ലല്ലോ. ഹെഗ്ഡെ എങ്ങനെയാണ്? അപ്പം ഇതെല്ലാം ഇത് ജനങ്ങൾക്ക് എല്ലാം അറിയാം. അപ്പം ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കുന്ന ഇപ്പം 400 ഒന്നുമില്ല, നിങ്ങൾ 200 കിട്ടിയാൽ കൊള്ളാം. നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ ഇത് വേറൊന്നും കൊണ്ടൊന്നല്ല. നിങ്ങളൊന്ന് പരിശോധിക്കുക, അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം. പാർട്ടി ചിഹ്നം പോകുന്ന ആശങ്കപ്പെട്ടത് മറ്റാരും അല്ല ശ്രീ സതീഷ് വസന്ത്. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾക്ക് ഉള്ള മറുപടി എന്തായാലും ഡോക്ടർ പ്രമീള ദേവിക്ക് പറയാനുണ്ടാകുമെന്ന് കരുതുന്നു. ഞാൻ വീണ്ടും ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുന്നില്ല. താങ്കൾ കേട്ട് കാണും. എല്ലാ ഏജൻസികളെയും എല്ലാ സംവിധാനങ്ങളെയും BJP അങ്ങനെ ദുരുപയോഗം ചെയ്യുകയാണ്. അങ്ങനെ തിരഞ്ഞെടുപ്പിന് മുൻപ് എതിർശബ്ദം ഉയർത്തുന്ന മുഴുവൻ ആളുകളെയും അടിച്ചമർത്താമെന്നാണ് BJPയുടെ അജണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. സുഹൃത്തെ, ആദ്യമായിട്ട് ഇത്ര ആസ്വാദ്യമായ വിഭവസമൃദ്ധമായ ഒരു സായാഹ്ന വിരുന്നിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം തന്നതിൽ ഞാൻ അങ്ങേക്ക് നന്ദി പറയുകയാണ്. കാരണം തിരക്കിട്ട ഒരുപാട് ഔദ്യോഗിക ബാധ്യതകൾ നിറഞ്ഞ അതിൻ്റെതായ സ്ട്രെസ് ഉള്ള ഒരു ദിവസം വൈകുന്നേരം ഇതുപോലെ വളരെ അയഞ്ഞ മനസ്സോടെ അൺവൈൻഡ് ചെയ്ത് ചിരിക്കാൻ കിട്ടുന്നത് വലിയ ഒരു കാര്യമാണ്. അത്തരം ഒരവസരം, അതിലൊരു നന്ദി. പിന്നെ താങ്കൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇതിന് എൻ്റെ സഹപാനലിസ്റ്റ് മറുപടി പറയേണ്ടി പിന്നീട്
RSS ആണ് മഹാത്മാഗാന്ധിയെ കൊന്നതെന്ന് അദ്ദേഹം 6 തവണ ആവർത്തിച്ചു. ഇതേ ആരോപണം ഉയർത്തിയ രാഹുൽ ഗാന്ധി കോടതിയിൽ മാപ്പ് പറയേണ്ടി വന്നു. ആരാണ് മഹാത്മാഗാന്ധിയെ കൊന്നതെന്നും ഏത് സംഘടനയാണ് അതിന് നേതൃത്വം നൽകിയതെന്നും ആ സംഘടനയുടെ അന്നത്തെ അധ്യക്ഷൻ ആരായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ മകന് പാർട്ടി ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ചത് MP ആക്കിയത് ആരാണെന്നും ഒക്കെ കൃത്യമായി ചരിത്രരേഖകളിലുണ്ട്. RSSനെ പറ്റി കോടതി തെറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം ആവർത്തിച്ചതിന് അദ്ദേഹം കോടതിയിൽ മറുപടി പറയുന്നത് നമ്മുടെ വിഷയമല്ല. അല്ല, ഞാൻ സംസാരിക്കുമ്പോ ഞാൻ സംസാരിക്കുമ്പോ നിങ്ങൾ ഇടപെടരുത്. നിങ്ങൾ സംസാരിക്കുമ്പോ ഞാൻ ഇടപെടാത്ത പോലെ. 2, എനിക്ക് കരിങ്കള്ളൻ മാണിയെ തുറുങ്കിലടയ്ക്കുക, കരിങ്ങോഴയ്ക്കലെ കള്ളനും കൊച്ചുകള്ളനും എന്നൊക്കെ എഴുതി വെച്ചിരുന്ന പാർട്ടിയുടെ പ്രതിനിധി ഇന്ന് ജോസ് കെ മാണിയെ പുകഴ്ത്തുന്നത്, തോമസ് ചാഴികാടനെ പുകഴ്ത്തുന്നത്, അവര് പോയി കണ്ടല്ലോ എന്ന ആവേശം കൊള്ളുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ആനന്ദമുണ്ട്. ഇതിനെ ഞങ്ങൾ പോയറ്റിക് ജസ്റ്റിസ്, കാവ്യനീതി എന്ന് പറയും. ഒരു കാലത്ത് മാണി സാറിനെ അധിക്ഷേപിച്ചവർ അദ്ദേഹത്തിന്റെ മകൻ പോയല്ലോ എന്ന് പുളകം കൊള്ളുന്നത് വലിയ സന്തോഷമാണ്. പിന്നെ മണിപ്പൂരിൽ പള്ളികളുണ്ടോ ഇന്നെന്ന് ചോദിച്ചത് കേട്ട് ഞാൻ സത്യത്തിൽ പൊട്ടിച്ചിരിച്ചു പോയി. കാരണം ഞാൻ ഒരാഴ്ച മുമ്പും മണിപ്പൂരിൽ പോയിരുന്നു. മണിപ്പൂരിലെ പള്ളികളിൽ എനിക്ക് ചില പരിപാടികൾ ഉണ്ടായിരുന്നു. അവിടെ പള്ളികളില്ല എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വീണ്ടും ആനന്ദം ഉണ്ടായി. എന്നെ യഥാർത്ഥത്തിൽ ആനന്ദിപ്പിച്ചത് ഇതൊന്നും അല്ല കേട്ടോ. എന്റെ സഹപാനലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് സഹയാത്രികൻ, ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണ്, ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണെന്ന് 2 വട്ടം ആവർത്തിച്ചത് കേട്ടപ്പോഴാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം 1947 ഓഗസ്റ്റ് 15 ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞവർ, സ്വാതന്ത്ര്യ ദിനമല്ല കരിദിനമാണെന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചവർ, ദീർഘകാലത്തോളം സ്വാതന്ത്ര്യ ദിനത്തെ ബഹിഷ്കരിച്ചവർ ഇന്ന് ഇന്ത്യ ഒരു മഹത്തായ രാജ്യമാണെന്ന് പറയുന്നത് കേട്ട് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സാനന്ദം കൊണ്ട് പറമുയരുന്നു. ഇനി പറയാനുള്ളത്, അദ്ദേഹം ചോദിച്ചല്ലോ ഭരണഘടനയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പാർലമെന്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഹിന്ദുക്കൾക്ക് എന്താണ് കാര്യം എന്നൊക്കെ അദ്ദേഹം ആവേശം കൊണ്ടു. അദ്ദേഹം ഭരണഘടനയുടെ ശരിയായ പതിപ്പ്, ഒറിജിനൽ പതിപ്പ് അദ്ദേഹം കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒറിജിനൽ പതിപ്പിലെ ചിത്രങ്ങൾ കൂടി ഒന്ന് കാണാൻ അദ്ദേഹത്തോട് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. രാമായണത്തിലെ രംഗങ്ങൾ, ഭഗവത്ഗീതയിലെ ഗീതോപദേശം എന്ന രംഗം, മഹാഭാരതത്തിലെ രംഗങ്ങൾ, ഇതൊക്കെ അതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ന് നരേന്ദ്രമോദി ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദിയോ RSSകാരോ അല്ല അത് എഴുതിയത്, ഭരണഘടന എഴുതിയത്. പക്ഷേ ഇതര മതങ്ങളുടെ ഒന്നും കഥകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഭരണഘടനയിൽ ഇല്ലാതിരിക്കെ ഭരണഘടനയിൽ ഭാരതത്തിന്റെ സംസ്കാരവുമായി, ഭാരതത്തിന്റെ ദേശീയതയുമായി, അതിൻ്റെ സാഹിത്യവുമായി, അതിൻ്റെ കലാരൂപങ്ങളുമായി, അതിൻ്റെ പൈതൃകങ്ങളുമായി, അതിൻ്റെ നിതാന്ത സ്മരണകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഭാരതത്തിന്റെ ദേശീയതയുടെ ഭാഗമാണ് മഹാഭാരതവും ഗീതോപദേശവും രാമായണവും മറ്റും. അതുകൊണ്ട് തന്നെയാണ് രാമായണത്തിലെ രാമനെ പറ്റി മഹാത്മാഗാന്ധി മുതലുള്ളവർ ആവർത്തിച്ച് പറയുന്നതും നരേന്ദ്രമോദി പറയുന്നതും. പിന്നെ നരേന്ദ്രമോദി ഒരു മറ്റു മതങ്ങളുടെ ദേവാലയങ്ങളിൽ പള്ളിയിൽ പോയി ഉദ്ഘാടനം ചെയ്യുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. പള്ളിയിൽ പോയി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ അവരദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതുണ്ട്. ഇതര മതത്തിന്റെ ആചാരക്രമങ്ങളിലേക്ക് കടന്നു കയറാതെ വിനീതമായി ഭക്തിപൂർവം അതിനെ അംഗീകരിക്കലാണ് വിവേകശാലികൾ ചെയ്യാറുള്ളത്. എനിക്ക് എൻ്റെ അമ്പലത്തിൽ പോയി വഴിപാട് നടത്താം, പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു പള്ളിയിലേക്ക് ഞാൻ ചെന്ന് വിനീതയായി പ്രാർത്ഥിക്കുന്നതിനപ്പുറം അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടണമെങ്കിൽ അവരെന്നോട് ആവശ്യപ്പെടണം. അതിനെയാണ് ഔചിത്യ ബോധം എന്ന് പറയുന്നത്. ഔചിത്യ ബോധമുള്ള ആളുകൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പിന്നെ താങ്കൾ തന്നെ പറഞ്ഞ കാര്യമാണ്, പ്രകടന പത്രികയിലുള്ളതാണ് ചെയ്തതെന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യ മുന്നണിയിലില്ല എന്ന്. ഇന്ത്യ മുന്നണിയിൽ ഉണ്ടോ ഇല്ലയോ എന്നതല്ല വിഷയം. ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന കോൺഗ്രസിന്റെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ചിത്രം എന്തിനാണ് DMKയ്ക്കൊപ്പം അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും CPMന്റെ സ്ഥാനാർത്ഥികൾ പ്രദർശിപ്പിക്കുന്നത്? ഒരു പ്രധാന
ഞാൻ പറഞ്ഞു തീർന്നില്ല. ഒരു പ്രധാന ചോദ്യത്തിന് നമ്മുടെ ആങ്കർ ചോദിച്ച പ്രധാന ചോദ്യത്തിന് CPM പ്രതിനിധി മറുപടി പറഞ്ഞില്ല. CPM ദേശീയ സെക്രട്ടറി ആണല്ലോ പറഞ്ഞത് ഇതിനെക്കുറിച്ച് യാതൊരു കാരണവശാലും മണിപ്പൂരിൽ നടന്നത് മതകലഹമല്ല, അതിന് മതത്തിന്റെ ഛായ നൽകരുത്, ഗോത്രീയ കലാപമാണ് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് കേരളത്തിൽ അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല എന്ന കാര്യവും ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞ ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ആശങ്ക വേണ്ട. എങ്കിലും ഞാൻ പറയുകയാണ്, താങ്കൾ ഇത് തീർച്ചയായും റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ജൂൺ 4 നമുക്ക് കാണാം വെറും പകൽക്കിനാവ് മാത്രമാണ്, വ്യാമോഹം മാത്രമാണ്, BJP വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തീർച്ചയായും ഞാനും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അത് അത്ര പ്രസക്തമാണ്. പിന്നെ അദ്ദേഹം ചോദിച്ച ഒരു കാര്യം, എന്തെങ്കിലും പറയുമ്പോൾ കമ്മ്യൂണിസത്തിന് എത്രയുണ്ട്, കമ്മ്യൂണിസം എവിടെയുണ്ട് എന്ന് ചോദിക്കുന്നത് എന്തിന്? അതിന്റെ മറുപടി BJPക്ക് കേരളത്തിൽ ഒരൊറ്റ സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ വെല്ലുവിളിച്ചപ്പോഴാണ് ലോകത്ത് 1960കളിൽ 30-ലധികം രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസം വേരോടെ പിഴുതെറിയപ്പെട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ഇന്ന് കമ്മ്യൂണിസം എന്ന പേരിൽ ഏകാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങൾ മാത്രമേയുള്ളൂ. യഥാർത്ഥ കമ്മ്യൂണിസം അല്ലെങ്കിൽ കാൾ മാർക്സ് എന്ന ജർമ്മൻ പണ്ഡിതൻ ആവിഷ്കരിച്ച കമ്മ്യൂണിസം ഇന്ന് ലോകത്ത് ഒരേയിടത്തുമില്ല. ഉത്തര കൊറിയയിലുള്ളത് കമ്മ്യൂണിസമാണോ ഏകാധിപത്യമാണോ? വ്ളാദിമിർ പുടിൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസമാണോ ഏകാധിപത്യമാണോ? ഉക്രൈനിനെ അകാരണമായി ആക്രമിച്ച് നശിപ്പിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുടെ ജീവിതത്തിൽ ഇരുട്ട് വീഴ്ത്തിയ വ്ളാദിമിർ പുടിൻ ചെയ്യുന്നത് കമ്മ്യൂണിസത്തിന്റെ പേരിലോ ഏകാധിപത്യത്തിന്റെ പേരിലോ? ഇനി താൻ മരിച്ച് മണ്ണടിയോളം താനാണ് പ്രധാനമന്ത്രി എന്ന് സ്വയം പ്രഖ്യാപിച്ച് ഇരുമ്പ് മറയ്ക്കുള്ളിൽ ചൈനയെ ഭരിക്കുന്ന ചൈനീസ് പ്രധാനമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഷീപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ വഴിയാണോ ഏകാധിപത്യത്തിന്റെ വഴിയാണോ? ഇതിനൊക്കെ മറുപടി പറയാൻ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികന് നിർബന്ധമായും ബാധ്യതയുണ്ട്. ഇത് വീണ്ടും അധികാരത്തിലെത്തിയാൽ BJP ഭരണഘടന മാറ്റിയെഴുതും, നയം മാറ്റിയെഴുതും എന്നൊക്കെ വീമ്പിളക്കുന്നയാൾ, അത് ഭാവി കാലമാണ്. ഇറ്റ്സ് അബൌട്ട് ദ ഫ്യൂച്ചർ. നമ്മൾ കാണാനുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് കണ്ടു കഴിഞ്ഞ കാര്യത്തെ കുറിച്ചാണ്. ഫ്യൂച്ചറിൽ, നാളുകളിൽ 2030-ലോ 34-ലോ ഇതേപോലെ BJP അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഈ ഭരണഘടന മാറ്റിയെഴുതിയാൽ ഈ രാജ്യത്ത് നിന്ന് ഒരൊറ്റ ക്രിസ്തുമതാനിയായിക്കോ മുസ്ലിമിനോ രാജ്യം വിട്ടു പോകേണ്ടി വന്നാൽ, അവരുടെ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവർക്കൊപ്പം ഞാനുണ്ടാവും. ഞാൻ ഈ ചർച്ച ആരംഭിച്ചത് തന്നെ എന്റെ ഉപ്പുപ്പമാരും ഉമ്മുമ്മമാരും ജീവിച്ച മണ്ണിൽ നിന്ന് എനിക്ക് പോകേണ്ടി വരുമെന്ന് ആശങ്കപ്പെട്ട ഒരു മുസ്ലിമിനോട്, സഹോദര നിങ്ങൾക്കൊപ്പം ഞാൻ വരാം പാകിസ്ഥാനിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഭാവിയെ കുറിച്ചുള്ള കാര്യമാണ്. ഭാവി നമുക്കാർക്കും അറിയാവുന്നതല്ലല്ലോ. ഫ്യൂച്ചർ ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ് എന്നാണ് പറയുക. ഫ്യൂച്ചർ സ്റ്റഡീസ് എന്ന് പറയുന്ന വിഷയം പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഫ്യൂച്ചർ ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്സ്. എന്റെ ചോദ്യം ഭൂതകാലത്തെ കുറിച്ചും വർത്തമാനകാലത്തെ കുറിച്ചുമാണ്. ഭൂതകാലത്ത് കമ്മ്യൂണിസം നിലനിന്നിരുന്ന രാജ്യങ്ങളിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസം അസ്തമിച്ചും മണ്ണോട് മണ്ണായി? പശ്ചിമ ബംഗാളിലോ ത്രിപുരയിലോ ചെന്ന് നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ നാട്ടുകാര് നിങ്ങളെ തല്ലിക്കൊല്ലും. RSSകാരല്ല, നാട്ടുകാര് നിങ്ങളെ തല്ലിക്കൊല്ലും. തൃണമൂൽ കോൺഗ്രസ് നിങ്ങളുടെ മുന്നണിയുടെ ഭാഗമായ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ മുന്നണിയിലല്ലാതെ പുറമെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസ്സുകാർ നിങ്ങളുടെ തലയിൽ തീ കോരിയിടും. ത്രിപുരയിൽ ചെന്ന് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ അടി വാങ്ങാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. എന്തുകൊണ്ട്? എന്താണ് അതിന്റെ കാരണം? ഇനി അത് ഭൂതകാലത്തെ കുറിച്ചാണെങ്കിൽ വർത്തമാന കാലത്ത് എന്തുകൊണ്ടാണ് ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഏകാധിപത്യത്തിന്റെ നിശിതമായ ക്രൂരതകളുമായി മുൻപോട്ട് പോകുന്നത്? ഭൂതകാലത്തെ സംബന്ധിച്ചതും വർത്തമാനകാലത്തെ സംബന്ധിച്ചതുമായ ഈ ചോദ്യങ്ങൾക്ക് എന്റെ സഹപാനലിസ്റ്റും മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ, ഭാവി കാലത്തെ സംബന്ധിച്ച് RSSും BJPയും മുസ്ലിമുകളുടെയും ഇതര മതസ്ഥരുടെയും അവകാശങ്ങൾ കൈയടക്കുമെന്നും അവരെ ആട്ടിപ്പായിക്കുമെന്നുമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണത്തിന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. ഭാരതത്തിന്റെ പാരമ്പര്യം അതല്ല. ഒരാളെയും ആട്ടിപ്പായിച്ചിട്ടില്ല. ഇതര മതസ്ഥർ ഈ രാജ്യത്തേക്ക് അഭയം തേടി വന്നപ്പോൾ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ് ഭാരതത്തിനുള്ളത്. ലോകത്തെമ്പാടും വേട്ടയാടപ്പെട്ട ജൂതന്മാർ
ക്രിസ്തുദേവൻ ഒരു ജൂതനാണെന്ന് പ്രത്യേകം ഓർക്കുക. അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേറ്റ മഹത്തായ ദിവസത്തോടടുത്തിരിക്കുകയാണ് നമ്മൾ. ആ ക്രിസ്തു ദേവൻ ജനിച്ച ജൂതമതസ്ഥർ ലോകമെമ്പാടും അഭയം തേടി ചെന്നപ്പോൾ ആട്ടിയോടിക്കപ്പെട്ടു. അവർക്ക് മുൻപിൽ സ്നേഹത്തിന്റെ ചുവപ്പ് പരവതാനി വിരിച്ചത് ഭാരതം മാത്രമാണ്. ഇസ്ലാം മതസ്ഥരും ക്രിസ്തു മത മിഷനറിമാരും ലോകത്തെമ്പാടുമുള്ള മതങ്ങളും വിശ്വാസങ്ങളും സംസ്കാരങ്ങളും എത്തിച്ചേർന്നപ്പോൾ സ്നേഹത്തോടെ അവരെ ആശ്ലേഷിച്ചത്, നെഞ്ചോട് ചേർത്ത് പിടിച്ചത് ഭാരതമാണ്. ഭാരതം അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നാം വിശ്വസിക്കുന്നത് ജനിച്ച മതത്തിന്റെ പേരിലോ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിലോ സംസാരിക്കുന്ന ഭാഷയുടെ പേരിലോ തൊലിയുടെ നിറത്തിന്റെ പേരിലോ മാത്രം ഒന്ന് ഇടപെടുകയാണ്. വിശദമായി തന്നെ താങ്കളുടെ പോയിന്റ് മുന്നോട്ട് വെച്ചു. ശ്രീ നുസ്രത് ജഹാൻ, താങ്കൾ കേട്ട് കാണും നേരത്തെ ശ്രീ സതീഷ് വസന്ത് പറഞ്ഞത്. നേരത്തെ പലകുറി അദ്ദേഹം ആവർത്തിച്ചു, വല്ലാത്തൊരു ഭയം മുസ്ലിം മതവിഭാഗത്തിനിടയിലുണ്ട്. ഭക്ഷണം ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ സംഘർഷമുണ്ടാകുന്നു, ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്നു, മതവിശ്വാസം ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ല, അങ്ങനെ ഗുരുതരമായ പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഉൾപ്പെടെ ബീഫ് കിട്ടുമോ എന്ന ചോദ്യമൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഡൽഹിയിൽ ഇഷ്ടം പോലെ ബീഫ് കിട്ടും. കാരണം ഡൽഹിയിലെ നിസാമുദ്ദീൻ ദർഗയുടെ ഭാഗത്താണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ബീഫ് കിട്ടണത്. അവിടെയൊന്നും ഇവർക്ക് ആ ഭാഗത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. കേരള ഹൗസിൽ ബീഫ് കിട്ടൂലേ? എവിടെ കിട്ടാത്ത? കരോൾ ബാഗിൽ എത്ര ഹോട്ടൽസിൽ ബീഫ് കിട്ടും? കേരള ഹോട്ടൽ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ബീഫും ഉണ്ട്. അങ്ങനെയൊന്നും പറയാനുള്ള അധികാരമൊന്നും ആർക്കും ഇല്ല. കാരണം നുണ പ്രചരിപ്പിക്കാന്ന് പറയുമ്പോ അവിടെ ബീഫ് കിട്ടൂല, ബീഫ് തിന്നുന്നവരെ അടിച്ചു കൊല്ലും. എല്ലാരും കഴിക്കണമുണ്ട്, എല്ലാ സ്ഥലത്തും കച്ചവടമുണ്ട്, ബീഫിനെ മുറിക്കുന്നുമുണ്ട്. ബീഫ് പറയണ അത് തന്നെ തെറ്റിദ്ധാരണയാ. പശുവിനെ അറക്കുന്നതും കാളക്കുട്ടീനെ അറക്കുന്നതും തമ്മിലുള്ള, ഞാൻ അതിന്റെ ഒരു തമാശയാണ്. നമ്മളത് പറഞ്ഞു കൊടുത്താൽ പോലും ആൾക്കാർക്ക് മനസ്സിലാവില്ല. പാല് കറക്കുന്ന പ്രസവിക്കണ അമ്മ പശുവിനെ അറക്കരുത്, അത് പാപമാണെന്നും അത് എല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. ഒരു ഉപദ്രവിക്കുന്നത് പോലും, ഒരു കുട്ടി പാല് കുടിക്കണ ഒരു അമ്മേനെ ഉപദ്രവിക്കണതിന് ഖുർആനിൽ പോലും പ്രത്യേകമായിട്ട് തലാക്ക് ചെല്ലാൻ പോലും പാടില്ല. മുലകുടി മാറാത്ത അമ്മേനെ ആ സമയം പോലും കാത്തിക്കുന്നത്. അതേപോലെ തന്നെയാണ് പശു ആയാലും ലോകത്ത് ജീവിച്ച എല്ലാ ജീവജാലങ്ങളും ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് തന്നെയാ. അപ്പൊ അതുപോലെയുള്ള പശുക്കളെ അറക്കുന്ന ക്രൂര കൃത്യങ്ങൾ കണ്ട് അതുള്ള സ്ഥലങ്ങളും ഉണ്ട്. അതിനെയായിരുന്നു നിരോധിച്ചിരുന്നത് ആക്ച്വലി. അത് പറഞ്ഞ് പശു മാതാവാന്ന് പറയുമ്പോ അതിനെ കളിയാക്കി പരിഹസിച്ച് എല്ലാം ഒരു മിത്താക്കി. ഭാരതം എന്ന് പറഞ്ഞാല് ഭാരതം ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അപ്പോ ഞാൻ അദ്ദേഹത്തിനോട്, വക്കീലായ അദ്ദേഹത്തിനോട് ചോദിക്കാം, ഏതോ ധർമ്മസ്ഥത ജയ അത് എവിടെ എഴുതി വെച്ചിരിക്കുന്ന? സുപ്രീം കോടതിയിലെ വക്കീലായ നിങ്ങൾ അത് നോക്കുന്ന മഹാഭാരതത്തില് 13 തവണ ആവർത്തിക്കുന്ന ശ്ലോകമാണ് ഏതോ ധർമ്മസ്ഥതോ ജയ. ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. ആ വാക്കെന്താ ആകാശത്തുനിന്ന് എടുത്തതാ? എവിടെയൊക്കെ പറയുന്നുണ്ട് തന്റെ 101 മക്കളോട് യുദ്ധം ചെയ്യണതിൽ ദേഷ്യമുള്ള ആ കുന്തിദേവി വരെ അർജുനനോട് പറയുന്നുണ്ട് ധർമ്മം വിജയിക്കും, ധർമ്മം വിജയിക്കും. ധർമ്മം എവിടെയുണ്ടോ അവിടെ വിക്ടറി ഉണ്ട്. ഇത് പറയുന്ന ആ വാക്യം സുപ്രീം കോടതി എഴുതി വെച്ച നരേന്ദ്രമോദി അല്ലല്ലോ. ഭാരതത്തിന്റെ സംസ്കാരം നിലനിർത്തുക. ഭാരതത്തിന്റെ ഇപ്പൊ വടിയും കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഭാരതത്തിൽ കിട്ടിയ അന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ കിട്ടിയ വടി തന്നെ പറയാം. അവർക്ക് വടി പറഞ്ഞാലേ മനസ്സിലാവൂ ആ ചെങ്കോലിന്. ആ വടിയെ നമ്മൾ സൂക്ഷിക്കേണ്ടത് സ്വകാര്യമായിട്ടല്ല, എല്ലാരും കാണുന്നവർക്ക്. ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് പോയിട്ടുണ്ടോ നിങ്ങള്? പാർലമെന്റിന്റെ അകത്ത് ഇപ്പൊ ഭാരത സംസ്കാരത്തിനെ തൊട്ടിട്ട് മാത്രമേ ഇവിടെ ഭരണഘടനയിൽ അന്ന് എഴുതിയിട്ടുള്ളൂ. വിഭജിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിനെ ചത്തം കുതിരാന്നൊക്കെ നെഹ്റു പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പാർലമെന്റും ഇതിന്റെ അകത്തുള്ള രാഷ്ട്രപതി ഭവനില് നമ്മുടെ പത്മശ്രീ ഒക്കെ വാങ്ങുന്ന ഒരു ഹാളുണ്ട്. അതിനെങ്ങനെയാണെയോ വാസ്തുശില്പം ചെയ്ത് ബുദ്ധനെ വെച്ചിട്ട് അതിന്റെ ആ പകുതി വെച്ചിട്ടുള്ള സ്ഥലത്താണ് രാഷ്ട്രപതി ഭവനെ വാസ്തുശില്പികൾ ചെയ്തത്. അത് എത്രയോ ആയിരം ആർക്കിടെക്ട്സിനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ട്സ് ആണ് അത്രയും അവിടെ അത് വെച്ചത്. അപ്പൊ ഭാരത സംസ്കാരമല്ലേ? അപ്പൊ അതും പറയും ഇവിടെ വാസ്തുശാസ്ത്രം നോക്കിയാൽ അത് പറയും. അപ്പൊ അതിനുള്ള എല്ലാ കഥകളിലും എല്ലാത്തിലും മഹാഭാരതവും ഇവിടുത്തെ പുരാണ കഥകളും ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി
രാമരാജ്യം. അപ്പൊ രാമരാജ്യത്തിനെ പറ്റി ചോദിച്ചു. ഞാനും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഭാഗ്യം കിട്ടിയ 300 കോടി ദേവതകളും ദേവന്മാരും സന്നിധിയായിരിക്കുന്നെന്ന് നരേന്ദ്രമോദി പറഞ്ഞ രാംലല്ലയുടെ ഉദ്ഘാടന വേദിയിൽ ഞാനും ഉണ്ടായിരുന്നു. ആ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പൊ കണ്ടു അവിടുത്തെ സന്തോഷം. ഒരു ജനത മുഴുവനും എത്രയോ 500 വർഷങ്ങളായി നോമ്പ് നോക്കിയിരുന്ന് അന്ന് മാത്രം ഭക്ഷണം ഫലങ്ങളും പാനീയങ്ങളും മാത്രം തിന്ന് ഒരു തലമുറകളായിട്ട് പോരുന്ന ആചാര്യന്മാര് വരെ അവിടെ അന്നുണ്ടായിരുന്നു. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ? അതൊക്കെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. സംസ്കാരത്തിനെ ഉയർത്തിപ്പിടിച്ച് അവർക്കൊരു വാക്ക് കൊടുത്താണ് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത്. ഈ കാണുന്ന ഇവിടുത്തെ ഈ കാട്ടിക്കൂട്ടലൊന്നല്ല ഭാരതം. അത് വീണ്ടും ഞാൻ പറയണു. ദർഗകളിൽ പോകാനോ ഇസ്ലാമിന് ഇസ്ലാം അനുഷ്ഠിക്കാനോ എല്ലാം ഉത്തരേന്ത്യയിലെല്ലാം ഞാൻ നുസ്രത് ജഹാൻ, ഞാൻ മുസ്ലിമാണ്, കേരളത്തിൽ നിന്നാണ് പറഞ്ഞു തന്നെയാ ആ മഹർഷിമാരുടെയിലും മുനിമാരുടെയിലൊക്കെ ഞാനും പോയത്. എന്നെ ആരും മാറ്റി നിർത്തിയില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. ഒറ്റ കാര്യം കൂടെ അതിനോടൊപ്പം ആഡ് ചെയ്ത് വളരെ വേഗം താങ്കളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. നേരത്തെ നമ്മുടെ എലീഫ് ഫറൂദി പറഞ്ഞ പോലെ ലക്ഷദ്വീപാണ് അദ്ദേഹം പലപ്പോഴും ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ലക്ഷദ്വീപിലെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിലും ജീവിത രീതിയിലും ഒക്കെ BJP ഇടപെടുന്നു. ഇക്കാര്യത്തിലൂടെ ഒരു വളരെ വേഗം ഒന്ന് മറുപടി പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അവസാന 2 മിനിറ്റിലേക്ക്. ഓക്കെ, അപ്പൊ രാമരാജ്യം എന്ന് ഗാന്ധിജി പോലും പറഞ്ഞ ധർമ്മരാജ്യം എന്നർത്ഥം. അതിലെങ്കിലും മനസ്സിലാക്കാൻ ധർമ്മരാജ്യത്തിന് സുപ്രീം കോടതിയിൽ എഴുതി വെച്ച ആ ധർമ്മം എവിടെയുണ്ടോ അവിടെ വിജയമുണ്ട്. അത് തന്നെയാണ് മോദിയും പറഞ്ഞത്. ആ ധർമ്മത്തിനെ കൊണ്ടുവരിക, സ്ഥാപിക്കുക എന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ മോദിയുടെ ഗ്യാരണ്ടി ആയിരുന്നു ഭാരത ജനതക്ക്. അത് മെജോറിറ്റിയുള്ള ഭാരത ജനതക്ക് അതാണ് അവിടെ സംഭവിച്ചത്. അതേപോലെ ലക്ഷദ്വീപിലെ കാര്യങ്ങള്, ലക്ഷദ്വീപിൽ ഒരു മുസ്ലിമിനോടും എന്ത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. കുട്ടികളെ ഭക്ഷണത്തില് അത് പല വിധത്തിൽ പണ്ട് ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന പിന്നെ ഒരു മഞ്ഞപ്പൊടി കലക്കി കൊടുക്കുന്ന സ്കൂൾ കാലം നമ്മളെ നാട്ടിലുണ്ടായില്ല. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അംഗനവാടി ഹെൽത്ത് സെന്ററിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് അതാണോ ഉള്ളത്? അപ്പൊ ഓരോ സർക്കാരിന് അന്ന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ അതിൽ കുറ്റപ്പെടുത്താൻ പറഞ്ഞതല്ല. അപ്പോ ഒരു ഗവൺമെന്റിന് അവരുടെ ആരോഗ്യം, ഇന്ന് യോഗയെ പറയണു ഭാരത സംസ്കാരത്തിന്റെ ഭാഗമുള്ള ഒരു സ്ഥലത്താണ് കുട്ടികൾക്ക് നമ്മൾ വിളമ്പുന്ന ഭക്ഷണങ്ങൾ അവരുടെ 24 hours. നിങ്ങൾക്കറിയോ ലക്ഷദ്വീപില് വെജിറ്റബിൾസിന് ഭയങ്കര വിലയാ. ആ വെജിറ്റബിൾസ് വാങ്ങണേൽ അവർക്ക് കിട്ടുന്ന അവിടുന്ന് കിട്ടുന്ന മീനാ. ഇത് തന്നെ കഴിക്കുക. ഒരാൾ മീൻ തന്നെ ദിവസം ഇരുന്ന് കഴിച്ചു നോക്ക്, അവർക്ക് അസ്വസ്ഥത ഉണ്ടാവും. ജീവിതത്തിൽ തന്നെ താൻ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മളെ ജീവിതം തന്നെ പരിഷ്കരിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും സർക്കാർ ഇടപെടുമ്പോ കുട്ടികളെ ഹെൽത്ത്, കുട്ടികൾ പച്ചക്കറിയും കഴിക്കണം. അത്രയും അവിടെ ഉണ്ടായിരുന്നു ആക്ച്വലി. അവർക്ക് പച്ചക്കറി കൊടുക്കുന്ന കുട്ടികൾക്ക് വീട്ടിലെങ്കിലും അവരുടെ സംവിധാനം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് ആക്ച്വലി നല്ലത് വിചാരിച്ച. അതിപ്പോ ഈ CAA പോലെ ഒരു വലിയ കഥയാക്കി അതിന് കുറെ താരങ്ങൾ ഇറങ്ങി അങ്ങനെ ലക്ഷദ്വീപിനെ അങ്ങനെ ആക്കി. ഇങ്ങനെ ഇന്നിപ്പോ ലക്ഷദ്വീപാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി. ഇതൊന്നും ആർക്കും പറയില്ല. ഇതിനൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ഒരു ചെറിയ സാധനം എടുത്ത് അത് വേറെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള പെണ്ണുങ്ങളെ പ്രശ്നം വരുമ്പോ എന്താ ഇവർക്കൊന്നും സങ്കടം ഇല്ലാത്ത? മുത്തലാഖ് വെല്ലം വന്നപ്പോ ഇവർക്ക് ആർക്കും സങ്കടം ഇല്ലല്ലോ. അങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നപ്പോ അത് മുസ്ലിങ്ങൾക്കെതിരെ. ഏത് മുസ്ലിങ്ങൾക്കെതിരെയാണത്? മുസ്ലിം പെണ്ണായി എന്നെ പോലത്തെ എത്രയോ പെണ്ണുങ്ങളെ കണ്ണീര് തുടയ്ക്കാനാണ് ആ മുത്തലാഖ് കൊണ്ടുവന്നത്. അന്നെന്താ ഇവരൊക്കെ മാറി നിന്ന്? ഇവര് നല്ലത് വരുമ്പോ മാത്രം ഇവര് അത് മുസ്ലിം ഹിന്ദു അത് പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല. അത് നിങ്ങൾ ആദ്യം നിർത്തുക. കാരണം നിങ്ങൾ തന്നെയാണ് അത് ഭാരതം മുറിച്ചു കൊടുത്ത് മുസ്ലിം അങ്ങോട്ട് ഹിന്ദു ഇങ്ങോട്ട്. മുഹമ്മദ് അലി ജിന്നനെ എന്തുകൊണ്ട് നിങ്ങൾ ആൾക്കാർ അന്ന് ഇന്ത്യന്റെ പ്രധാനമന്ത്രിയാക്കിയ? പണത്തിന്റെ നേരെ പോയ നെഹ്റുവിനെ തന്നെ ആവണം എന്നുണ്ടായില്ല. എന്താ മുഹമ്മദ് അലി ജിന്നക്ക് പിന്നെ വിദ്യാഭ്യാസം ഇല്ലായിരുന്നോ? വേറെ കുറെ സമരത്തിൽ ഇറങ്ങി എത്രയോ മഹാന്മാരുണ്ടായില്ലേ? അവരുടെ ഒന്നും പേര് അന്നില്ലാത്ത ഒരു മുസ്ലിം സ്നേഹം. ചത്ത കുതിരയാന്ന് നെഹ്റു ഇവിടെ വന്നിട്ട് 57 ഇലക്ഷന് മുസ്ലിം ലീഗിനെ പറഞ്ഞിട്ട് അതുപോലും മനസ്സിലാക്കാൻ എന്റെ മുസ്ലിം സഹോദരന്മാർക്ക് കഴിയുന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കണേ. ഇന്ന് ഭാരതത്തിന്റെ സംസ്കാരം മാത്രം ഇന്ന് ആരെങ്കിലും ഒരു വാക്കിൽ മുസ്ലിമിനെ ഉള്ളൂ. മുസ്ലിം പെണ്ണിന് ഇത് കൊടുക്കൂ, ഹിന്ദു പെണ്ണിനില്ല, അല്ലെങ്കിൽ മുസ്ലിം ആണിന് ലോൺ ഇല്ല. ഇത് ഏതെങ്കിലും ഒരു സമയത്ത് മോദി പറഞ്ഞ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഭാരതത്തിന്റെ ജനങ്ങൾക്ക് കിട്ടിയ എന്തെല്ലാം താഴെ കടയിൽ തൊട്ടിട്ട് മേലെ വരെ കിട്ടുന്ന വഴിയോര കച്ചവടക്കാർക്ക് ലോൺ ഉണ്ട്. ആരെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുത്തോ? അത് എന്തുകൊണ്ട്? മോദി തന്നെ ഇവിടെ കിട്ടിയാൽ അത് ഇവിടുത്തെ ആൾക്കാർ അറിഞ്ഞു പോകും. പല സ്റ്റേറ്റുകളിലും കൊടുത്ത് എന്തുകൊണ്ട് നല്ലത് പറയുന്നില്ല? ഇത് ഒക്കെ ചെയ്യണ പറയാതെ എവിടുന്ന് ഒരു പിൻ പോയിന്റ് ഉണ്ടാവും? ജനങ്ങൾക്കെല്ലാം മനസ്സിലായി തുടങ്ങി ഈ വർഗീയതയും വിഭാഗീയതയും ഒന്നും ഇനി നടക്കൂല.
കാരണം മെജോറിറ്റി വന്ന് ലോകത്തിലാകെയുള്ള ഒരു ഇത്രയും വലിയൊരു കൾച്ചർ എന്ന് പറയുന്നത് ഭാരത സംസ്കാര. അതിന്റെ കൾച്ചർ ഒന്നും ഇപ്പൊ ആർക്കും പറഞ്ഞു തീരെ പോലും ഇല്ലാത്ത കഥകളാ നമ്മൾ പറഞ്ഞാലും കേട്ട. അതിനെ വാല്യൂ കൊടുക്കാതെ വിദേശ ശക്തികളോടും അവര് നമ്മളെ എളാപ്പ മുത്താപ്പ അല്ലെ ചേട്ടന് മൗണ്ട് പ്രഭു അത് ഇവിടുത്തെ ചക്രവർത്തിമാര് ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടവരൊന്നും അല്ലാതാക്കുന്നത് മാറ്റിമറിച്ചൊരു ചരിത്രത്തെ നമ്മൾക്ക് പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ശ്രമിച്ച് മുഴുവനൊന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ മോദി. ഇത് മുന്നോട്ട് കാണാൻ പോകുന്നേ ഉള്ളൂ. ഭാരതത്തിന്റെ സംസ്കാരം ഏറ്റവും ഉയരത്തിലെത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി അയാളെ ജോലി തീർത്തിട്ടേ ഇവിടുന്ന് പോകുന്നു. അതിന് ആർക്കും സംശയം വേണ്ട. ആരിറങ്ങിയിട്ടും ഒന്നില്ല, എല്ലാ മുസ്ലിങ്ങളും അതിന് സപ്പോർട്ട് തന്നെ ആയിരിക്കും തീർച്ച. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇനിയും വീണ്ടും ഇത്തരം ചർച്ചകൾ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുവരിക തന്നെയാകും. LDFന്റെയും CPIMന്റെയും ഒക്കെ ശ്രമമെന്നതിൽ തർക്കമില്ല. അതിന് ഉദാഹരണമാണ് ഇന്നിപ്പോൾ പുറത്തു വന്ന ഈ ശബ്ദ സന്ദേശമൊക്കെ വിരൽ ചൂണ്ടും. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി. ജനറൽ ഡിബേറ്റ് പൂർത്തിയാകുന്നു. നമസ്തേ.